ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഒരു പേരയ്ക്ക പൊട്ടിക്കാനായിട്ടോ കവറിട്ട് വെച്ചത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു കട്ടറാണ്. പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു കട്ടറാണ് ഈ ഒരു കട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും പൊളിക്കാം. ആദ്യം തന്നെ ഞാൻ അതിൻ്റെ കവറാണ് കേട്ടോ മുറിക്കുന്നത്. ഞാൻ എൻ്റെ കവറൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പേരയ്ക്ക മുറിക്കാം. ഇപ്പം ഞാൻ ഈ പേരയ്ക്ക മുറിച്ചത് അത് നേരെ താഴത്തോട്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇത് മുറിക്കുന്നത്. അപ്പം ഞാനിത് മുറിച്ചിട്ടുണ്ട്. ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ പേരയ്ക്ക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പേരയ്ക്കോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കവർ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ അണ്ണാൻ, വവ്വാല്, തത്ത ഇവയൊക്കെ സാധനങ്ങളൊക്കെ കുത്തിക്കൊണ്ടോ. അനുഭവം കൊണ്ട് പറയേണ്ടതാണ്. പിന്നെ ഈ കട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കട്ടറാണ് കേട്ടോ. പ്ലാന്റ്സൊക്കെ മുറിക്കാനൊക്കെ ആയിട്ടോ ചെയ്യാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു കട്ടറാണ്. ഞാനിത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്, ടൗണിൽ നിന്ന്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ പേരയ്ക്കയുടെ ബാക്കിലിരിക്കുന്ന ഈ ഒരു ഇതുകൊണ്ട് ചെടി, ഇത് ചെറിയുടെ മരമാണ് കേട്ടോ. ഇത് ചെറിയുടെ മരമാണ് കേട്ടോ. ഇതെനിക്ക് അമ്മ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, അമ്മായി തന്നതാണ് കേട്ടോ എനിക്ക്. അപ്പോൾ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെറിയുടെ മരത്തിന്. എനിക്കിത് കിട്ടിയപ്പോൾ ഒരു ചിത്രശലഭത്തിൻ്റെ ആ ഒരു വിരിയാറാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാധനമില്ലേ, അതുണ്ടായിരുന്നു. അത് വിരിഞ്ഞു പോയി. പണ്ട് കുറേ ദിവസങ്ങൾക്ക് മുന്നേ കിട്ടിയതാണ്. ദിവസമല്ല, വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയതാണ്. ഇപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇനിയും വലുതാവും കേട്ടോ. ഇപ്പം കാണിച്ചേക്കാൾ വലിയ മുള്ളുകളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ചിത്രശലഭത്തിൻ്റെ അതൊക്കെ വിരിഞ്ഞു പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടോ. ഓരോ ദിവസവും ഞങ്ങളതിനെ നിരീക്ഷിക്കുമായിരുന്നു. ഇപ്പം അതൊക്കെ വലുതായി, അതൊക്കെ പോയി. ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ചെറിയവൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ല.